കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വിശുദ്ധ ബൈബിൾ മഹൽ ഗ്രന്ഥമാണ്, മതഗ്രന്ഥമല്ല. അപ്പോൾ തന്നെ ബൈബിൾ പ്രവചന ഗ്രന്ഥമാണ്, ചരിത്ര ഗ്രന്ഥമാണ്. ബൈബിൾ കൂടാതെ ഒരു പ്രവചനമില്ല, ബൈബിൾ കൂടാതെ ഒരു ചരിത്ര വിഷയവുമില്ല. മനുഷ്യനോടുള്ള ദൈവ സന്ദേശമാണ് ബൈബിൾ. സ്വർഗത്തിലെ സർവശക്തനായ ദൈവം തൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് നൽകിയിട്ടുള്ള ഏറ്റവും അതിമഹത്തായ ദാനമാണ് ബൈബിൾ. ദൈവം തിരുവചനം മനുഷ്യന് മനസ്സിലാക്കുവാൻ വേണ്ടി മനുഷ്യന്റെ ഭാഷയിൽ സംസാരിച്ചിരിക്കുന്നു. ബൈബിളിലെ പ്രവചന ഗ്രന്ഥങ്ങൾ, വിശേഷാൽ വെളിപ്പാട് പുസ്തകം തന്നെ വായിച്ചാൽ മനസ്സിലാക്കുന്നില്ല, പ്രസംഗിച്ചാൽ പിശാചിന് പോരാട്ടം ഉണ്ടാകും എന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണ ദീർഘകാലങ്ങളായി നമുക്ക് മുമ്പ് ഈ ഭൂമിയിൽ കർത്താവിന്റെ മഹത്വമുള്ള വേലയിലായിരുന്നായ ആത്മീയ ഗുരുക്കന്മാർ, പിതാക്കന്മാർ പറഞ്ഞ വാക്കുകളിൽ, അത് ആ വാക്കുകളുടെ പാരമ്പര്യത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, വായിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും. 66 പുസ്തകങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ബൈബിൾ എന്ന് നമുക്കറിയാം. ഈ ബൈബിളിന്റെ ചെറിയ ഒരു മുഖവര പറഞ്ഞിട്ട് വെളിപ്പാട് പുസ്തക പഠന വിഷയത്തിലേക്ക് പ്രവേശിക്കുക. ബൈബിളിന്റെ പഴയ നിയമത്തിൽ 16 പുസ്തകങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളായിട്ടുണ്ട്. അത് യെശയ്യാവ് മുതൽ മലാക്കി വരെയുള്ളതായ ഗ്രന്ഥങ്ങളാണ്. ഇതിനിടയിൽ ലമന്റേഷൻ അഥവാ വിലാപങ്ങൾ എന്നുള്ള ഒരു പുസ്തകം പ്രവചന പുസ്തകമായിട്ട് കണക്കാക്കുന്നില്ല. എന്നാൽ പുതിയ നിയമത്തിൽ ഏക ഗ്രന്ഥമേ പ്രവചന ഗ്രന്ഥമായി കണക്കാക്കുന്നുള്ളൂ, അത് വെളിപ്പാട് പുസ്തകമാണ്. പുതിയ നിയമത്തിന്റെയും അല്ലെങ്കിൽ ബൈബിളിന്റെ സമാപ്ത ഗ്രന്ഥമായിരിക്കുന്ന വെളിപ്പാട് പുസ്തകം. ഈ വെളിപ്പാട് പുസ്തകം കൂടെ ചേർത്താൽ 17 പുസ്തകങ്ങൾ പ്രവചന ഗ്രന്ഥങ്ങളായി തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയപ്പെടുന്നതായ ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല ബൈബിൾ പ്രവചനങ്ങൾ കിടക്കുന്നത്. ബൈബിൾ പ്രവചനങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്, അതിങ്ങോട്ട് വരുമ്പോൾ ആവർത്തന പുസ്തകത്തിലുമുണ്ട്, രാജാക്കന്മാരുടെ പുസ്തകത്തിലുമുണ്ട്, സങ്കീർത്തന പുസ്തകങ്ങളിലുമുണ്ട്. പുതിയ നിയമം ആദ്യ പുസ്തകങ്ങൾ സുവിശേഷം അഥവാ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നതായ സുവിശേഷങ്ങൾ യേശുക്രിസ്തുവിന്റെ 33 വർഷത്തെ ചരിത്ര ഗ്രന്ഥമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ തന്നെ അതിന്റെ അവസാന അധ്യായങ്ങൾ മഹൽ പ്രവചനങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തു തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്തതായ മഹൽ പ്രവചനങ്ങൾ, അത് സഭയോടുള്ള ബന്ധത്തിൽ പ്രാപിക്കേണ്ടതായ പ്രവചനങ്ങളുണ്ട്. സഭായുഗാനന്തരം നടക്കേണ്ടതായ അന്ത്യകാല സംഭവങ്ങൾ എന്ന് പറയുന്ന മഹൽ പ്രവചനങ്ങളുണ്ട്. ബൈബിളിന്റെ അവസാന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്, പുതിയ നിയമത്തിന്റെ അവസാന ഗ്രന്ഥങ്ങൾ ചെറിയ ചെറിയ ലേഖനങ്ങളാണ്. പത്രോസ്, യൂദ തുടങ്ങിയതായ എഴുത്തുകാർ എഴുതിയ ചെറിയ ലേഖനങ്ങളിൽ വരെ പ്രവചനങ്ങളുണ്ട്. പിശാചിന് അഥവാ ദുരാത്മാക്കൾക്ക് അവസാനമായി വെള്ളസിംഹാസന ന്യായവിധി കഴിഞ്ഞ് അവർക്ക് വരുന്ന മാറ്റം വരെയുമുള്ളതായ മഹൽ പ്രവചനങ്ങൾ യൂദയിൽ കിടപ്പുണ്ട്. ഈ ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തികഴിയും എന്നുള്ളതായ ഒരു മഹൽ പ്രവചനം പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ കാണുവാൻ കഴിയുന്നു. ഇങ്ങനെ ബൈബിൾ ആകപ്പാടെ നോക്കിയാൽ 3 ഭാഗവും പ്രവചനങ്ങളാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ളതായ ഒരു പ്രത്യേകത, അത് പ്രവചന ഗ്രന്ഥമായിരിക്കുമ്പോൾ തന്നെ ശരീരത്തിൽ തലയ്ക്കുള്ള സ്ഥാനമാണ് ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിനുള്ള സ്ഥാനം. വിശുദ്ധ വേദപുസ്തകത്തിൽ വെളിപ്പാട് ഗ്രന്ഥം ഇല്ലായിരുന്നുവെങ്കിൽ ശിരസറ്റ ജഡം പോലെ തോന്നിക്കുമായിരുന്നു. ഉൽപ്പത്തി പാദമായും വെളിപ്പാട് ശിരസായും നാം ദർശിക്കണം. നമുക്ക് വെളിപ്പാട് പുസ്തക പഠനത്തിലേക്ക് പ്രവേശിക്കാം. വെളിപ്പാട് പുസ്തക പഠനം 10 വോളിയം VCDകളിൽ കൂടെ ബൈബിൾ ചാർട്ടുകളുടെ സഹായത്തോടെ
പഠനം സുഗമമാക്കുക. 22 അധ്യായങ്ങളിലും അഥവാ 404 വാക്യങ്ങളിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ പ്രവചന വിഷയങ്ങളിൽ ഓരോ അധ്യായങ്ങളിലും അതിൻ്റെ അതിപ്രധാനപ്പെട്ട വാക്യങ്ങൾ മുഴുവൻ നമ്മൾ ഒരു പഠന വിഷയമായി ചിന്തിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒന്നാം ഭാഗം അഥവാ ഒന്നാം വോളിയം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തക പ്രവേശിക 22 അധ്യായങ്ങളുടെയും ഒരു ജനറൽ സ്റ്റഡി, പൊതുവിവരണം. അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ടൈറ്റിൽ മുതൽ ചെറിയൊരു പഠനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. നമ്മൾ മലയാളത്തിൽ കൈകാര്യം ചെയ്യുന്നതായ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ടൈറ്റിൽ മുതൽ നമുക്കൊന്ന് നോക്കാം. ദ റെവലേഷൻ ഓഫ് ജോൺ എന്നും യോഹന്നാൻ ഉണ്ടായ വെളിപ്പാടെന്നും അതിന്റെ തലക്കെട്ട് നമ്മൾ കാണുന്നു. എബ്രായ ഭാഷയിൽ ഗാല എന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചില ഇംഗ്ലീഷ് ബൈബിളിൽ ഗാല എന്ന ബ്രാക്കറ്റിനകത്ത് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ അപ്പോകാലിപ്സിസ് എന്ന പദം കാണുവാൻ കഴിയുന്നു. ചില ഇംഗ്ലീഷ് ബൈബിളിൽ ദ റെവലേഷൻ എന്ന് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ അപ്പോകാലിപ്സിസ് എന്ന് ഇംഗ്ലീഷ് അക്ഷരമാലയിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ റെവലേഷൻ വീണ്ടും കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദ റെവലേഷൻ, അപ്പോകാലിപ്സിസ്, ഗാല എന്നീ വ്യത്യസ്തമായ ടൈറ്റിലുകളിൽ കൂടെയാണ് ഇംഗ്ലീഷ് ബൈബിൾ തന്നെയും കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇതിന്റെ ശരിക്കുമുള്ള തലക്കെട്ടെന്ന് പറയുന്നത് 1-ാം അധ്യായം 1-ാം വാക്യമാണ്. അതൊന്ന് വായിച്ചു കേൾപ്പിക്കാമോ? യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് വേഗത്തിൽ സംഭവിക്കാനുള്ളത് തന്റെ ദാസന്മാരെ കാണിക്കുന്നതിന് ദൈവം അത് അവന് കൊടുത്തു. അവൻ അത് തന്റെ ദൂതൻ മുഖാന്തരം അയച്ച് തന്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. അവൻ ദൈവത്തിന്റെ വചനവും യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. ഇവിടെ വായിച്ചു തുടങ്ങിയത് യേശുക്രിസ്തുവിന്റെ വെളിപ്പാടെന്ന മലയാളം ബൈബിളല്ല. ഈ ഭൂമിയിൽ മനുഷ്യർ കൈകാര്യം ചെയ്യുന്നതായ അസംഖ്യം ഭാഷകളുള്ള ബൈബിളിൽ നമ്മൾ പരിശോധിച്ചാൽ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്ന കറക്റ്റ് അർത്ഥത്തിലാണ് ആ വാക്യം തുടങ്ങുന്നത്. ഇംഗ്ലീഷ് ബൈബിൾ ഏത് ബൈബിൾ എടുത്താലും ദ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിന്റെ വെളിപ്പാട് എന്നതാണ് അനുയോജ്യമായ ഒരു ടൈറ്റിൽ. ഇനി ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് ആരാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. യോഹന്നാനാണ് ഗ്രന്ഥകർത്താവ് എന്നും യോഹന്നാൻ എഴുത്തുകാരനെന്നും ഇങ്ങനെയൊക്കെ സാധാരണ നമ്മൾ കേൾക്കാറുണ്ടല്ലോ. എന്നാൽ ഈ പുസ്തകത്തിന് മാത്രമുള്ളതായ ഒരു ആധികാരികത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഗ്രന്ഥകർത്താവ് ആരാണെന്നുള്ളത് 1-ന്റെ 8-ാം വാക്യം നമുക്കൊന്ന് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. 1-ാം അധ്യായം 8-ാം വാക്യം, ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പത്മോസ് ദ്വീപിൽ യോഹന്നാന് സ്വർഗീയ മഹത്വത്തോടുകൂടി വെളിപ്പെട്ട കർത്താവ് ആ ദർശനം വെളിപ്പെടുത്തി കൊടുത്തിട്ട് പറയുന്നു, ഈ ദർശനം വെളിപ്പെടുത്തി തരുന്ന, ഇത് കാണിക്കുന്ന, ഇതിന്റെ വിഷയം പറഞ്ഞു തരുന്ന വ്യക്തി അൽഫയും ഒമേഗയുമായ ഞാനാകുന്നു, ആദിയും അന്തവുമാകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അൽഫയും ഒമേഗയും എന്ന് പറയുന്നത് ഗ്രീക്ക് അക്ഷരമാലയുടെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരമാണ്. എന്നാൽ എബ്രായ ഭാഷയിൽ ആലേഫ് തൗ എന്നാണ് വരേണ്ടത്. യഹൂദന്മാരുടെ ഭാഷയാണ് എബ്രായ ഭാഷ. യഹൂദന്മാരുടെ പദഭാഷയിൽ അവരുടെ സംസാര ഭാഷയാണ് അരാമിക് ഭാഷ. അതിൽ ആലേഫ് ആദ്യവും തൗ അവസാനവും വരേണ്ടതാണ്. പക്ഷേ ഗ്രീക്ക് ഭാഷയിൽ വന്നപ്പോൾ അത് അൽഫയും ഒമേഗയും എന്നുള്ളതായ നിലയിൽ വന്നു. എന്നാൽ നമ്മൾ കൈകാര്യം ചെയ്യുന്നതായ ഇംഗ്ലീഷ് ബൈബിളിൽ ചില പുതിയ വേർഷൻസ് ബൈബിളിൽ കാണുവാൻ കഴിയുന്നത് അൽഫയും ഒമേഗയും എന്നുള്ള വാക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നില്ല, ആ അക്ഷരം ഇവിടെ കാണുവാൻ കഴിയുന്നില്ല. അതുപോലെ എ ടു ഇസറ്റ് എന്നാണ് കാണുന്നത്. എ ടു ഇസറ്റ് യേശുവാണ് എന്നുള്ളത്. പക്ഷെ അതിനേക്കാളും ഏറ്റവും ഭംഗിയും ഏറ്റവും അർത്ഥവത്തമായത് അൽഫയും ഒമേഗയും എന്നാണ്. ഇനി ഇത് വായിക്കുമ്പോൾ ഇതിനോടുള്ള ബന്ധത്തിൽ
ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ 21-ാം അധ്യായം 6-ാം വാക്യവും 22-ാം അധ്യായം 13-ാം വാക്യവും കൂടെ നമുക്കത് വായിക്കാം. ഞാൻ ഈ ബൈബിൾ കൂടുതൽ വായിക്കുവാനായി താല്പര്യപ്പെടുന്ന ഒരു സാരം, സാധാരണ അറിവിന്റെ മണ്ഡലത്തിൽ നിന്നും ഒത്തിരി പ്രസംഗിച്ചത് കൊണ്ട് കേൾവിക്കാർക്ക് അത് അതുപോലെ ഉൾക്കൊള്ളുവാനോ അതിൻ്റെ ബൈബിളിലുള്ളതാണോ എന്ന് വിശ്വസിക്കുവാൻ തന്നെ കഴിയില്ല. എന്നാൽ ഞാൻ കൂടുതലും ഈ ബൈബിളിലെ വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുവാനും ഇതിൽ നിന്ന് സംസാരിക്കുവാനുമാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. വായിക്കാമത്. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. ഞാൻ അൽഫയും ഒമേഗയും ആദിയും അന്തവുമാകുന്നു. അടുത്ത് 22-ന്റെ 13-ാം വാക്യം കൂടെ വായിക്കാം. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനുമാകുന്നു. ആദിയും മതി. അന്തവുമാകുന്നു. ഇവിടെ 3 പ്രാവശ്യം സെയിം വാക്യം ആവർത്തിച്ച് നമ്മൾ കാണുന്നു. വേദപുസ്തകത്തിൽ ഒരു പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞാൽ അത് സത്യമാണ്, അത് ഊ എന്ന. 2 പ്രാവശ്യം പറഞ്ഞാൽ അതിനും അതീവമായ അർത്ഥമുണ്ട്, ആവർത്തിക്കുന്നതിൽ പ്രത്യേകമായ കാര്യമുണ്ട്. ഇവിടെ വെളിപ്പാട് പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവ് ആരാണെന്ന് വെളിപ്പെടുത്തുന്നതായ 3 വാക്യങ്ങളാണ് വായിച്ചു കേൾപ്പിച്ചത്. ഒരു പ്രായമുള്ള പിതാവ് തന്റെ ബന്ധുവായ ഒരു വ്യക്തിക്ക് ഒരു കത്തെഴുതണമെങ്കിൽ, സാധാരണഗതിയിൽ ഇന്ന് കത്തെഴുതാറില്ല എങ്കിലും കത്തെഴുതുന്ന കാലത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമല്ലോ. കൊച്ചുമകനോട് പറയും, മകനെ എന്റെ ഇന്നാർക്ക് വേണ്ടി, അളിയന് വേണ്ടി അല്ലെങ്കിൽ എന്റെ ഇന്നാർക്ക് വേണ്ടി ഒരു കത്തെഴുതുക, വിവരം മുഴുവനും പറഞ്ഞു കൊടുക്കും. ആ കൊച്ചുമകൻ അത് അതുപോലെ അവിടെ കേൾക്കുന്നത് അതുപോലെ രേഖപ്പെടുത്തുന്നു. എഴുതി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ കത്തിന്റെ അവസാനം കൊച്ചുമകനല്ല സിഗ്നേച്ചർ ചെയ്യുന്നത്, വിറയ്ക്കുന്ന കയ്യോടുകൂടെ ആണെങ്കിലും ഈ പ്രായമുള്ള പിതാവ് തന്നെ അതിൽ ഒപ്പിടുന്നു, അഥവാ സിഗ്നേച്ചർ അവിടെ രേഖപ്പെടുത്തുന്നു. അല്ലെങ്കിൽ വിരൽ കൊണ്ട് അതിൽ പ്രത്യേകമായി മഷി കൊണ്ട് അത് അടയാളപ്പെടുത്തുന്നു എന്ന് പറയുന്നാൽ മാത്രമേ ആ വ്യക്തിയുടെ കത്തായി തീരുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ പത്മോസ് ദ്വീപിൽ യേശു യോഹന്നാന് കാണിക്കുകയും അതിന്റെ വിവരണം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ട്, ഇതിന്റെ ഉടയവൻ യോഹന്നാന് നീയല്ല, ഇതിന്റെ ആധികാരം നിനക്കുള്ളതല്ല, അൽഫയും ഒമേഗയുമായ എന്റേതാ. അത് എഴുതി തീർന്ന കത്തിന്റെ അവസാനം ഒപ്പിട്ട് അവസാനിപ്പിക്കുന്നത് പോലെ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഉടയവൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവസാന ഭാഗങ്ങൾ അതിന്റെ ഒപ്പ് കാണുന്നു, അഥവാ സിഗ്നേച്ചർ കാണുന്നു. എന്നാൽ ഇതിൽ ആദ്യ ഭാഗവും ആ സിഗ്നേച്ചർ വെളിപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആദിയും അന്തവും എല്ലാറ്റിനെയും എല്ലാം ഇതിന്റെ ഉടയവൻ ഞാനാകുന്നവൻ ഞാനാകുന്നു, അയാം ദാറ്റ് ഐ ആം എന്നുള്ള അർത്ഥത്തിൽ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നുള്ള ഒരർത്ഥമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. കർത്താവ് യേശു ആണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ്. ഈ ദർശനം ലഭിച്ചതായ വിധം നമുക്ക് നോക്കാം. വേഗത്തിൽ സംഭവിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതായ ചാർട്ടുകളുടെ വിവരണമാണ്. ഇത് വേഗത്തിൽ സംഭവിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ട് 2010-ാം ആണ്ടായ ഈ സമയത്തും ഇത് വെളിപ്പെട്ടിട്ടില്ല. ഇത് വെളിപ്പെടുവാൻ സമയം വളരെ അടുത്തിരിക്കുന്നു. വെളിപ്പെടുവാനുള്ള, നിവൃത്തിയാകുവാനുള്ള പ്രവചന ഘടികാരത്തിന്റെ 12-ാം മണി നേരത്തേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുമ്പോൾ ഇത് നിവൃത്തിയാകേണ്ടത് എപ്പോഴാണ്? അതിന്റെ ചെറിയൊരു മർമ്മം പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം. ദൈവസഭ അഥവാ ഈ കൃപായുഗത്തിൽ വിവിധ ജാതിയിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നുമായി കർത്താവും ദൈവമായി രക്ഷകനായി അംഗീകരിച്ച സകല വ്യക്തികളെയും ചേർക്കുവാൻ യേശു മധ്യാകാശത്തിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടി പ്രത്യക്ഷപ്പെടും. ആ വാക്യത്തിന്റെ പൂർത്തീകരണം നിങ്ങൾക്കറിയാം. ആ പ്രത്യക്ഷതയ്ക്ക് ശേഷം ഭൂമിയിൽ വേഗത്തിൽ സംഭവിക്കേണ്ടതായ വിഷയമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊരു മാലപ്പടക്കത്തിൽ തീ കൊടുത്തതുപോലെ, തീ കൊളുത്തിക്കഴിഞ്ഞാൽ പടപടാന്ന് പറയും വേഗത്തിൽ പൊട്ടി അവസാനിക്കുന്നത് പോലെ ഇതിലെ സംഭവങ്ങൾ അതിവേഗത്തിൽ നിവൃത്തിയാകേണ്ടതാണ്. ഇതുവരെ നിവൃത്തിയായിട്ടില്ല, വേഗത്തിൽ നിവൃത്തിയാകുന്നതാണ്. ഈ പ്രവചനത്തെ കുറിച്ച് 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ, സമയമെടുത്തിരിക്കുന്നു. മനുഷ്യന്റെ ചിന്തയിൽ ഒരു 100 വർഷം എന്ന് പറയുന്നത് ചിന്തിക്കുവാൻ കഴിയാതെ വണ്ണം അത്രത്തോളം അതിദൈർഘ്യമുള്ളതായ ഒരു കാലമാണ്. എന്നാൽ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ 1000 സംവത്സരം ഒരു ദിവസം പോലെയൊക്കെയാണ്.
അങ്ങനെ ആകുന്നുവെങ്കിൽ സമയം അടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് ഈ പ്രവചനം ലഭിച്ചിട്ട് 2000 വർഷത്തോളമായി. ഇനി എത്ര നാളുകൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. സമയം അടുത്തിരിക്കുന്നു. മറ്റ് ഗ്രന്ഥങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യം നമുക്ക് ഈ പുസ്തകത്തിൽ ആദിയിൽ തന്നെ കാണുവാൻ കഴിയുന്നത് 3 വിധ ഭാഗ്യവർണ്ണനയോടുകൂടി തുടങ്ങുകയാണ്. ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, കേൾക്കുന്നവർ ഭാഗ്യവാന്മാരാണ്, എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാരാണ്. അങ്ങനെയാകുന്നുവെങ്കിൽ ത്രിവിധ ഭാഗ്യവർണ്ണനയോടുകൂടെയാണ് ഈ വെളിപ്പാട് പുസ്തകം തുടരുന്നത്. അത് ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. ഈ ഗ്രന്ഥത്തിന്റെ എഴുത്തുകാരൻ യോഹന്നാനാണ്. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുവനും സെബദിയുടെയും ശലോമിയുടെയും മകനും യാക്കോബിന്റെ സഹോദരനുമായ യോഹന്നാനാണ് ഇതിന് എഴുത്തുകാരൻ. അപ്പോൾ യോഹന്നാൻ എവിടെ വെച്ചാണ് എഴുതി എന്നുള്ള ചോദ്യത്തിന് അന്ന് ഡൊമിഷ്യൻ ചക്രവർത്തി രാജ്യത്തിലൊക്കെ കുറ്റം ചെയ്യുന്ന വ്യക്തികളെ നാടുകടത്തുവാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് മെഡിറ്ററേനിയൻ സമുദ്രത്തിന്റെ വടക്ക് ഭാഗത്തായി ഈജിയൻ കടൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഈജിയൻ കടലിന്റെ നടുവിൽ ധാരാളം കൊച്ചു കൊച്ചു ദ്വീപുകളുണ്ട്. അതിൽ അപകടകാരിയായ ഒരു ദ്വീപാണ് പത്മോസ് ദ്വീപ്. ആ പത്മോസ് ദ്വീപിൽ യോഹന്നാനെ നാടുകടത്തുകയാണ്. ഞാൻ എഴുതിയ വെളിപ്പാട് പുസ്തക വ്യാഖ്യാനത്തിന്റെ 1-ാം വാല്യത്തിൽ ആ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഭൂപടത്തിൽ ഏഷ്യാമെന്റെ സ്ഥാനം കാണിക്കുവാൻ ഭൂപടം കാണിച്ചിട്ടുണ്ട്. അതിന്റെ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന മധ്യഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ മധ്യഭാഗം മാറ്റിയാൽ മെഡിറ്ററേനിയൻ സമുദ്രം അഥവാ മധ്യധരണ്യാഴി എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതിന്റെ മധ്യധരണ്യാഴിയുടെ വടക്ക് ഈജിയൻ കടലിനകത്തുള്ളതായ ദ്വീപ് സമൂഹങ്ങൾ ഒരു ദ്വീപാണ് പത്മോസ് ദ്വീപ്. പത്മോസ് ദ്വീപിനെ അടർത്തിയെടുത്ത് കാണിക്കുന്നതാണ് ഈ ഭാഗം. അതൊരു പത്മോസ് ദ്വീപിന്റെ എയർ വ്യൂ ആണ്. ആ പത്മോസ് ദ്വീപ് ചിറക് വിടർത്തി പറക്കുന്ന ഒരു വവ്വാലിന്റെ ഷേപ്പാണ്. കണ്ടാൽ ഒരു വികൃതമായ ഭയാനകരമായ ഒരു രൂപം പോലെ ആണ്. വെള്ള ഗ്രനൈറ്റ് പാറയും പിങ്ക്, ചുമപ്പ്, കറുപ്പൊക്കെ ഇടകലർന്നായ പ്രത്യേക പാറകളാണ്. യോഹന്നാനെ അവിടെ നാടുകടത്തുമ്പോൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി നാടുകടത്തപ്പെട്ട അനേക തടവുകാരോടൊപ്പം ഈ യോഹന്നാനുമായിരുന്നു. ഈ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ എണ്ണക്കൽ മാർബിൾ ആകുന്ന കല്ലുകൾ പൊട്ടിച്ച് മറ്റു തടവുകാരോടൊപ്പം യോഹന്നാനും ആ പണി ചെയ്തുകൊണ്ടിരുന്നുവെന്ന് ചരിത്രകാരന്മാർ ചില ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് സന്തോഷത്തോടു കൂടെ താൻ ചെയ്തു. പക്ഷേ ആ പത്മോസ് ദ്വീപിൽ ചെറിയ ചെറിയ കുറ്റിക്കാടുകൾ, പിളർന്ന് വികൃതമായിട്ടുള്ളതായ പാറയുടെ ഭാഗങ്ങൾ, വിള്ളലുകൾ, അതിനിടയിൽ ഒളിച്ചിരിക്കുന്നതായ ചെറിയ കുറുക്കന്മാർ, ശവത്തിന്റെ ഉറുമ്പുകൾ, പ്രത്യേകമായി ചെറിയ ചെറിയ ജീവികളെ കുറിച്ചും ശവത്ത് കൊത്തിക്കേറി തിന്നുന്നതായ കഴുകന്മാരെ കുറിച്ചുമെല്ലാം വേദപണ്ഡിതന്മാർ അവിടെ ചരിത്ര ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും ഭയാനകരമായ ഒരു അന്തരീക്ഷമാണ് പത്മോസ് ദ്വീപിനെ കുറിച്ച് അറിയുന്നത്. അവിടെ യോഹന്നാനെ നാടുകടത്തുകയും നാടുകടത്തിയ AD 95 തന്നെ തനിക്ക് ദർശനം ലഭിച്ചുവെന്നാണ്. AD 95 തനിക്ക് ലഭിച്ച ദർശനം AD 96 രേഖപ്പെടുത്തി. അപ്പോൾ പത്മോസ് ദ്വീപിൽ വെച്ച് തനിക്ക് ലഭിച്ചതായ ദർശനം പത്മോസ് ദ്വീപിൽ വെച്ച് തന്നെ എഴുതിയെന്ന് ബഹുഭൂരിപക്ഷം ആളുകൾ പറയാറുണ്ട്. പക്ഷെ അതിന് ന്യായമൊന്നുമില്ല. കാരണം ഈ പത്മോസ് ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടതായ കുറ്റവാളികൾക്ക് അവരുടെ നടുവിൽ യോഹന്നാൻ ദൈവത്തിന്റെ ദാസനും കർത്താവ് യേശുക്രിസ്തുവിന്റെ വചനവും നിമിത്തമാണ് അവിടെ ആയിരിക്കുന്നത്. ഈ യോഹന്നാനെ എഴുതുവാൻ അന്നത്തെ നിലയിലുള്ളതായ തോൾച്ചുരുളുകളോ പേപ്പറസ് എന്നായ ആ പേപ്പറോ മഷിയോ പേനയോ ഒന്നും കൊടുത്തില്ല. പിന്നെ യോഹന്നാൻ എങ്ങനെ എഴുതി? യോഹന്നാൻ കാണുകയും കേൾക്കുകയും ചെയ്ത വിഷയം തന്റെ ഓർമ്മയുടെ ഫയലുകളിൽ കുറിച്ചിട്ടു. തന്റെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ വജ്രക്കത്തി കൊണ്ടെന്നപോലെ ആ വിഷയങ്ങൾ തന്നെ എഴുതി രേഖപ്പെടുത്തി. ആ ദർശനം ഹൃദയത്തിൽ നിറച്ചുകൊണ്ട് ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ മരണശേഷം താൻ പത്മോസ് ദ്വീപിൽ നിന്നും തന്റെ പ്രവർത്തന മേഖലയായ ഏഷ്യാമേനന്റെ എഫെസോസ് എന്ന പട്ടണത്തിലേക്ക് താൻ തിരികെ വന്നു. അവിടെ വരുമ്പോൾ അവിടെ വെച്ച് ഇത് എഴുതി എന്നാണ് വിശ്വാസയോഗ്യമായ കാര്യം. അതിനാധാരമായി നമുക്ക് ലഭിച്ചിട്ടുള്ളത് 1-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യമാണ്. വെളിപ്പാട് 1-ന്റെ 9-ഉം 10-ഉം.
നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. വളരെ വ്യക്തമാണ് വാക്യം. യേശുവിന്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ ആയിരുന്നു. കഴിഞ്ഞകാല അനുഭവത്തെയാണ് ഇവിടെ ഓർപ്പിക്കുന്നത്. പത്മോസ് ദ്വീപിൽ ഞാൻ ആയിരുന്നപ്പോൾ ലഭിച്ചത് ഇപ്പോൾ എഫെസോസിൽ വെച്ച് ഇത് രേഖപ്പെടുത്തുന്നു എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ എഫെസോസിൽ വെച്ച് AD 96 എഴുതി എന്നതാണ് വിശ്വാസയോഗ്യം. ഇത് എഴുതുന്ന രീതിയെ കുറിച്ച് 11-ാം വാക്യത്തിൽ വായിക്കുന്നു. 11. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫെസോസ്. ഇവിടെ എന്റെ പിന്നിൽ ഒരു ചാർട്ട് നിങ്ങൾ കാണുവാൻ കഴിയും. ഈ ചാർട്ടിൽ കുറെ വിഷയങ്ങൾ കാണുന്നു. നമ്മൾ പിന്നാലെ തുടർമാനമായി ഓരോ വിഷയങ്ങളും വിശദീകരിച്ച് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ പെട്ടെന്ന് മുഖവരായി പറഞ്ഞു വിടുന്ന കാര്യം ശ്രദ്ധിക്കൂ. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതുക. അപ്പോൾ കാണുക എന്ന് പറയാൻ സ്വർഗീയ മർമ്മങ്ങൾ, ഭാവികാല സംഭവങ്ങളുടേതായ മഹൽ ദർശനങ്ങൾ നടക്കുന്ന നിലയിൽ വ്യക്തമായ യോഹന്നാൻ കാണിക്കുക. ഈ കാലഘട്ടത്തിൽ പറഞ്ഞാൽ ഏവർക്കും മനസ്സിലാകുന്ന ഒരു വിഷയം, VCD DVD എന്നൊക്കെ പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ യുഗത്തിൽ എല്ലാവർക്കും അറിയാം. സ്വർഗീയ നിലയത്തിൽ നിന്നും സ്വർഗീയ സാറ്റലൈറ്റ് വഴി അന്ന് ഈ മർമ്മങ്ങളുടെ VCD യോഹന്നാന്റെ കൈക്കൽ ഏൽപ്പിക്കും പോലെയാണ്. ഇപ്പോൾ കേട്ടപ്പോൾ വിഷയം മനസ്സിലാക്കുവാൻ കഴിയുന്നു. അത് യോഹന്നാൻ ഈ കൃപായുഗത്തിൽ സകല സഭകളെയും ഈ രേഖയിൽ കൂടെ വെളിപ്പെടുത്തുന്നു. അടുത്ത് ഇവിടെ വായിക്കുന്നത്, നീ കാണുന്ന ഒരു പുസ്തകത്തിൽ എഴുതുക. അപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. യോഹന്നാന് സ്വന്തമായി തോന്നുന്നതായ തോന്നലുകളല്ല, യോഹന്നാൻ കാണുന്നതിനെ കുറിച്ച് സ്വയമായി വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാനങ്ങളുമല്ല, യേശു കാണിക്കുന്നു. അത് യോഹന്നാൻ അർത്ഥമറിയാതെ പകച്ചു നിൽക്കുമ്പോൾ, യോഹന്നാനെ നീ കാണുന്നതിന്റെ മർമ്മം ഞാൻ നിന്നോട് അറിയിക്കുന്നു, അത് എഴുതുക, അത് മാത്രം എഴുതുക എന്നാണ്. അങ്ങനെയാകുന്നുവെങ്കിൽ ആ നിലയിൽ എഴുതുന്നു എന്നുള്ളതിന് ചില വാക്യങ്ങൾ കൂടെ നമുക്ക് നോക്കണമല്ലോ. നമുക്കിവിടെ നോക്കാം. 1-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുമ്പോൾ, 20-ാം വാക്യത്തിൽ നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിക്കുവാനിരിക്കുന്നതും എന്റെ വലങ്കയിൽ കണ്ട 7 നക്ഷത്രത്തിന്റെ മർമ്മവും 7 പൊൻനിലവിളക്കിന്റെ വിവരവും എഴുതുക. അവിടെ എഴുതുക എന്നുള്ള ഒരു ഓർഡർ കൊടുക്കുകയാണ്. എഴുതുക. അപ്പൊ എഴുതുക എന്നുള്ള ഓർഡർ കൊടുക്കുന്നു. 4-ാം വാക്യം വായിക്കും. 1-4. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്. എഴുതുക എന്ന സ്വർഗീയ ദർശനം കാണിക്കുകയും അതിന്റെ മർമ്മം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അത് എഴുതുക. അത് എഴുതുന്നതായി 4-ാം വാക്യത്തിൽ വായിക്കുന്നു. യോഹന്നാൻ ആസിയയിലെ 7 സഭകൾക്കും എഴുതുന്നത്. ആ ഒരു വാക്യം കൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയല്ല, ഓർഡർ കൊടുക്കുന്നു. യോഹന്നാൻ എഴുതുന്നു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് നോക്കൂ. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എഫെസോസിലെ സഭയുടെ ദൂതന് എഴുതുക. അടുത്ത വാക്യം അതിന്റെ 8. സ്മുർന്നയിലെ സഭയുടെ ദൂതന് എഴുതുക. 12-ാം വാക്യം. പെർഗമോസിലെ സഭയുടെ ദൂതന് എഴുതുക. 18-ാം വാക്യം. തുയഥൈരയിലെ സഭയുടെ ദൂതന് എഴുതുക. 3-ന്റെ 1-ാം വാക്യം. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. എഴുതുക എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് കൃത്യമാണ്, അത് അങ്ങനെ തന്നെയാ. ഓരോരോ വിഷയവും അതാത് സമയത്ത് കാണിക്കുന്നു, അതിന്റെ വിവരണം പറയുന്നു, അത് എഴുതുക. അതാണ് ഇവിടെ ആവർത്തിച്ച് വായിച്ചത്. അത് എഴുതുക, എഴുതുക, എഴുതുക. പിന്നെ ഇതിന്റെ മധ്യഭാഗത്ത് വരുമ്പോൾ സ്വർഗത്തിൽ ഒരു ശബ്ദം ഞാൻ വീണ്ടും കേട്ടത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവിടെ എഴുതുക. വീണ്ടും 21-ാം വാക്യത്തിൽ നമുക്ക് അവിടെ വായിക്കുവാൻ കഴിയുന്നത്, എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നു. അതിന്റെ അർത്ഥം മാനുഷികമായ വിജ്ഞാനത്തിന് യാതൊരു കാര്യവും ഇതിനകത്ത് വന്നിട്ടില്ല. ജീവനായകനായ കർത്താവായ യേശുക്രിസ്തുവിനെ അറിയിക്കുവാനുള്ള അരുളപ്പാടുകൾ മാത്രമേ ഇതിനകത്തുള്ളൂ. അതെഴുതുക, അതെഴുതുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിന്റെ അർത്ഥം, ഒരുവൻ കാണിക്കുകയും അതിന്റെ അർത്ഥം അറിയിക്കുകയും എഴുതുക എന്ന് ഓർഡർ കൊടുക്കുന്നു. അതിനെ കേട്ടനുസരിച്ചുകൊണ്ട് പാവ യോഹന്നാൻ എഴുതുന്നു. അതാണ് യേശുക്രിസ്തുവിന്റെ വെളിപ്പാട്. നമ്മൾ ഇത്രയും ചിന്തിച്ചതിന്റെ പ്രധാന വിഷയം
ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ ഉടയവൻ, ഓദർ, ഗ്രന്ഥകർത്താവ് യേശുവാണെന്ന്. യോഹന്നാൻ എഴുത്തുകാരൻ. അങ്ങനെയാണെങ്കിൽ 22 അധ്യായങ്ങളിൽ 404 വാക്യങ്ങളിൽ കൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളതായ ഈ പ്രവചന വിഷയങ്ങളെ പ്രധാനമായും ഗ്രന്ഥകർത്താവായ യേശു 3 വിഭജിച്ചിട്ടുണ്ട്. ആ വിഭജനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ആദ്യം വായിച്ചു. അത് ഇനി ചാർട്ടിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അത് ഇപ്രകാരമാണ്. ഈ കാണുന്നത് വെളിപ്പാട് പുസ്തകം മുഴുവനും ഉൾപ്പെടുത്തിയ ഒരു ചാർട്ടാണ്. അതിന്റെ ആദ്യ ഭാഗം ബുക്ക് ഓഫ് ദാനിയേൽ അഥവാ ദാനിയേൽ പ്രവചനത്തിന്റെ ഒരു ദർശനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാനിയേൽ പ്രവചനവും വെളിപ്പാട് പുസ്തകവും കമ്പയർ ചെയ്ത് പഠിക്കുവാനുള്ള ഒരു വിഷയമായതുകൊണ്ട് ആ ദർശനം കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഭൂലോക ചരിത്രത്തെ BC എന്നും AD എന്നും 2 വിഭജിച്ചുകൊണ്ട് കേന്ദ്രബിന്ദുവായി നിൽക്കുന്ന അതുല്യ നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം. അവിടെ മുതൽ അഥവാ സ്വർഗത്തിലെ ദൈവാദി ദൈവവും കർത്താദി കർത്താവുമായിരുന്നവൻ മാനവ ജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമിയിൽ ക്രൂശിൽ പരമയാഗമായി തീരുവാൻ വന്ന ആ സമയം മുതൽ പുതിയ നിയമ വിഷയങ്ങളെ മുഴുവനെയും ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. ആ വെളിപ്പാട് പുസ്തകത്തിന്റെ മുഴുവൻ വിവരണവുമാണ് ഇത്. ഈ 22 അധ്യായങ്ങളുള്ള വെളിപ്പാട് പുസ്തകത്തിന്റെ പ്രധാന വിഭജനം ഈ ദർശനം കാണിച്ച വിവരണം പറഞ്ഞുകൊടുത്ത ശ്രീ യേശുക്രിസ്തു തന്നെ പറയുന്നു, യോഹന്നാനെ, നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി മേലാൽ സംഭവിക്കേണ്ടതുമായ വിഷയം എഴുതുക എന്നാണ്. ആ 3 വിഭജനം ഇപ്രകാരമാണ്. 1-ാം അധ്യായത്തിൽ നീ കണ്ടത് സ്വർഗീയ പ്രതാപത്തോടുകൂടെ നിന്റെ അടുക്കൽ വെളിപ്പെട്ട ക്രിസ്തുവാകുന്ന ഞാൻ. ആ വിഷയം 2-ാമത്തെ വോളിയത്തിൽ വിശദമായി പറയുന്നതാണ്. ഇപ്പോൾ ഉള്ളത് എന്ന് അവിടെ പറയുന്നത്, യോഹന്നാനെ, നിന്റെ ചുമതലയിൽ ഏഷ്യ മൈനറിൽ 7 സഭകളുണ്ട്. എഫെസോസ് മുതൽ ലവോദിക്ക വരെയുള്ള 7 സഭകൾ. അപ്പോൾ 7 സഭകളല്ല, 7-ൽ-അധികം സഭകൾ, ധാരാളം സഭകൾ ഉള്ളപ്പോൾ 7 എന്ന് പറയുവാൻ കാരണം യോഹന്നാന്റെ ഉത്തരവാദിത്തത്തിലുള്ളതായ 7 സഭകളാണ്. ആ സഭയെക്കുറിച്ചുള്ള ചിന്താഭാരത്തിലായിരിക്കുമ്പോൾ സഭകളോട് ദൂതറിയിക്കുക എന്ന് പറഞ്ഞിട്ട് ആദ്യം എഫെസോസ് മുതൽ ലവോദിക്ക വരെയുള്ള സഭകൾക്ക് ദൂത് കൊടുക്കുന്നു. ആ ദൂതിന് ശേഷം ഭാവികാല സംഭവങ്ങളെ കുറിച്ചും വ്യക്തമായി പറയും. അപ്പോൾ നീ കണ്ടത് എന്റെ സ്വർഗീയ പ്രതാപത്തോടുള്ള ദർശനം. ഇപ്പോൾ ഉള്ളത് 7 സഭകൾ അല്ലെങ്കിൽ കൃപായുഗത്തിന്റെ വിഷയങ്ങളെ കുറിച്ചുള്ള പഠനം. മേലാൽ സംഭവിക്കാനുള്ളത് 4-ാം അധ്യായം മുതൽ 22 അധ്യായം വരെയും തുടർമാനമായിട്ടുള്ള വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളുടെ വിഭജനം ആദ്യ ഭാഗം 3-ാം അധ്യായം കൊണ്ട് ഇങ്ങനെ നിർത്തിയതിനു ശേഷം 4 മുതലുള്ളതായ അധ്യായങ്ങളുടെ വിഭജനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യം ഈ കാണുന്ന ചാർട്ടുകളുടെ ഓരോ സ്റ്റെപ്പുകൾ എന്താണെന്ന് ഞാൻ പറയട്ടെ. തുടർമാനമായി നമ്മൾ ഈ പഠനം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് കൃപായുഗത്തെ കാണിക്കുന്നതായ ഭാഗമാണെന്ന് പറഞ്ഞല്ലോ. കൃപായുഗത്തിന്റെ ഒടുവിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാനതന്റെ ശബ്ദത്തോടും എന്ന വാക്യത്തിന്റെ നിവൃത്തിയായി സ്വർഗത്തിൽ നിന്നും കർത്താവ് തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ മധ്യാകാശത്തിലേക്ക് പ്രത്യക്ഷപ്പെടും. ആ പ്രത്യക്ഷതയിൽ ഭൂമിയുടെ മണ്ണിൽ ദ്രവത്വത്തിനായി ഏൽപ്പിച്ചിരിക്കുന്ന വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ തേജസ്സോടുകൂടെ ഉയർത്തിയേൽക്കണം. അതാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് മുഴുവനും ഭൂമിയിൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ളതായ മാനുഷികമായ പ്രവർത്തികളെ കുറിച്ചുള്ള വിഷയങ്ങളാണ്. ഇത് ഭൂമിയാണ്, ഭൂമിയുടെ കാര്യങ്ങളാണ്. ഈ ഭൂമിക്ക് മുകളിൽ ഈ കാണുന്ന വെള്ള സ്പേസ് ഉള്ള ഈ വെള്ള ലെയർ, ഇത് വായുമണ്ഡലം അല്ലെങ്കിൽ പ്രാണവായുവിന്റെ മണ്ഡലമാണ്. അതിന് മുകളിൽ ഈ കാണുന്ന ഭാഗം മേഘമണ്ഡലമാണ് ഈ കാണുന്നത്. അതിന് മുകളിൽ ഇവിടെ സ്റ്റാർസ്, നക്ഷത്രങ്ങൾ, നക്ഷത്രമണ്ഡലങ്ങൾ, കോടാനുകോടി നക്ഷത്രങ്ങളുടെ മണ്ഡലമാണ് ഈ കാണുന്നത്. അതിനു മുകളിൽ സ്വർഗം, സ്വർഗാദി സ്വർഗം എന്ന് പറയുന്നതായ ആ വിഷയത്തെയാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഓരോ വിഷയങ്ങളും നമ്മൾ തുടർമാനമായി ചിന്തിക്കാൻ പോകുന്നു. ഇത് ഭൂമിയുടെ ഉപരിഭാഗമാകുന്ന
നമ്മൾ കാൽ ചവിട്ടി നിൽക്കുന്ന, നമ്മൾ വീട് പണിയുന്ന, നമ്മൾ വാഹനം ഓടിക്കുന്ന, നമ്മൾ താമസിക്കുന്ന ഈ ഭൂമിയുടെ ഉപരിഭാഗമാണ് ദ ഗ്രേവ് എന്ന്, ഖബർ എന്ന് മൂലഭാഷയിൽ കൊടുത്തിട്ടുണ്ട്. ഭൂമിയുടെ ഉപരിഭാഗം. അതിന്റെ താഴ്ഭാഗം ശ്രദ്ധിക്കൂ. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടുവന്നതുപോലെ മറിയുന്നതായ ഒരു ഭാഗമുണ്ട്. ഭൂമിയുടെ അധോഭാഗം 100-200 കിലോമീറ്ററുകൾ താഴെ പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയി കഴിഞ്ഞാൽ അതിന്റെ അധോഭാഗം തീ കൊണ്ട് മറിയുന്നതായ സ്ഥലമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് യേശു പറഞ്ഞതായ വിഷയത്തെ കുറിച്ചുള്ളതായ ഒരു വിഷയം കൂടെ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇവിടെ പാരഡൈസ് അല്ലെങ്കിൽ പർദീസ എന്ന് പറയുന്ന ഒരു സ്ഥലം കാണാം. അബ്രഹാമിന്റെ മടി എന്ന് മലയാളത്തിൽ പറയുന്ന ഭാഗമാണ്. ഇത് യാതനാ സ്ഥലം, പാപത്തിൽ മരിക്കുന്നതായ മനുഷ്യാത്മാക്കൾ വന്ന് നിറയുന്നതായ സ്ഥലമാണ്. ഈ കാണുന്നത് തെറ്റിപ്പോയ ദൂതന്മാരെ അന്ധതമസിന്റെ ചങ്ങലക്കിട്ട് അഗാധത്തിൽ ബന്ധിക്കുന്നതായ ഒരു സ്ഥലം. അഗാധകൂപമാകുന്ന ഏറ്റവും പുറത്തുള്ള ഇരുട്ടെന്ന് പറയുന്ന ഇരുളിന്റെ സ്ഥലങ്ങളിൽ അഗാധകൂപം എന്ന് പറയുന്ന അഗാധ സ്ഥലങ്ങളിൽ ബന്ധിച്ചിരിക്കുന്നതായ ഒരു പറ്റം വീണുപോയ ദൂതന്മാർ, പിശാചുക്കളാണ്. അവർ ബന്ധിച്ചിരിക്കുന്നു. ഇവിടെ ഇതാ അഗാധകൂപം എന്ന് പറയുന്ന ബോട്ടംലെസ് പിറ്റ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗത്തെ കാണുവാൻ കഴിയും. അധർമ്മമൂർത്തിയും ഘോരനായ പിശാചുമായ ലൂസിഫറിനെ 1000 വർഷം ബന്ധിക്കുന്ന ഒരു ബന്ധന സ്ഥലമാണ് ഈ പാതാളം. അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ടുപുറത്തത ഒരു അഗ്നി തടാകം, തീപ്പൊയ്ക കാണാം. ലേക്ക് ഓഫ് ഫയർ, ദ ഫൈനൽ ഹെൽ എന്ന് എഴുതിയിട്ടുണ്ട്. തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്ക. അവിടെ സാത്താന്റെ തൃത്വത്തെ അവിടെ തള്ളുന്നുണ്ട്. ഈ സബ് ജയിൽ പോലെ കിടക്കുന്നതായ ഈ യാതനാ സ്ഥലത്ത് നിന്നും അഥവാ നരകത്തിൽ നിന്നും പാപികളാകുന്ന മനുഷ്യാത്മാക്കളെ ഇവിടെ നിന്നും ഉയർപ്പിച്ച് വെള്ള സിംഹാസനത്തിൽ കർത്താവിന്റെ അടുക്കൽ അവരെ കൊണ്ടുവന്ന ജീവപുസ്തകത്തിൽ പേരില്ല എന്നും കൂടെ തെളിയിച്ചിട്ട് അവരെ എന്നേക്കുമുള്ള തീയും ഗന്ധവും കൊത്തുന്ന തീപ്പൊയിലേക്ക് തള്ളിയിടും. അതാണ് ഈ നരകം. ഇത് ഭൂമിയുടെ അധോഭാഗത്തെ കുറിച്ച് പറയുന്ന ഭാഗം. ഇതിന്റെ വിശദമായ പഠനം പിന്നാലെ വരുന്നുണ്ട്. ഇതൊരു അവളേനാണ്. അവൾ വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായം കഴിഞ്ഞ അടുത്ത വിഭജനത്തിലേക്ക് വരുമ്പോൾ ഈ ചിത്രത്തിൽ കൂടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന് 7 പുസ്തകം എന്ന് പേരുണ്ട്. അതിന്റെ കാരണം 7 ദൈവത്തിന്റെ പൂർണ്ണസംഖ്യയാണ്. 7 ദൈവത്തിന്റെ പൂർണ്ണസംഖ്യയും 6 മനുഷ്യന്റെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നു. 6-ൽ നിന്നാണ് 666 വരുന്നത്. 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെയുള്ള വിഷയങ്ങൾ മഹാപീഡനം അല്ലെങ്കിൽ മഹോപദ്രവം എന്ന് പറയുന്നതായ ഒരു വിഷയമാണ്. അതിനെ തന്നെ വിഭജിക്കുന്നതായ വിഭജനം നിങ്ങൾ ശ്രദ്ധിക്കൂ. വെളിപ്പാട് പുസ്തകം 7 പുസ്തകം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് 7 എന്ന് പറയാൻ കാരണം? ഇതാ ഇവിടെ യേശു ക്രിസ്തുവിന്റെ വലങ്കരത്തിൽ 7 നക്ഷത്രമുണ്ട്, 7 പൊന്നില വിളക്കുണ്ട്. ഇവിടെ 7 മുദ്രകളെ കുറിച്ച് പറയുന്നു, 7 കാഹളങ്ങളെ കുറിച്ച് പറയുന്നു, 7 ക്രോധകലശത്തെ കുറിച്ച് പറയുന്നു, 7 തലയുള്ള ഒരു അഗ്നിസർപ്പത്തെ കുറിച്ച് പറയുന്നു, സിംഹത്തിന്റെ തലയോട് സാദൃശ്യമുള്ളതായ ഒരു ഘോര മൃഗത്തെ കുറിച്ച് പറയുന്നു. ഇപ്രകാരം വേറെയും 7 പല മർമ്മങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 7 പുസ്തകമാണ്. ദൈവ മർമ്മങ്ങൾ പലതും 7 അത് വെളിപ്പെടുത്തുക. 4-ഉം 5-ഉം അധ്യായത്തിന്റെ ഉള്ളടക്കം വിശുദ്ധന്മാർ മരണാനന്തരം അവരുടെ ശരീരം ഭൂമിയിൽ മണ്ണിൽ മറവ് ചെയ്യുന്നുവെങ്കിലും അവിടെ ആത്മാക്കൾ സ്വർഗീയ പരദേശിയിൽ കർത്താവിന്റെ അടുക്കിലേക്ക് പോകും. കർത്താവിന്റെ വരവെങ്കിൽ ഭൂമിയിൽ നിദ്ര കൊണ്ടിരിക്കുന്ന കോടാനുകോടി വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ തേജസ് പ്രാപിച്ച ദൈവദൂതതുല്യരായി അവർ സ്വർഗത്തിലേക്ക് പറന്നുയരുന്നു. ഭൂമിയിൽ ശേഷിച്ചിരിക്കുന്ന സഭ, വിശുദ്ധന്മാർ, ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിച്ച് അഥവാ തേജസ്കരണം പ്രാപിച്ച് ശരീരത്തോടു കൂടെ അവർ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നു. അവർക്ക് സ്വർഗത്തിൽ വെച്ച് കൊടുക്കുന്ന പ്രതിഫല വിഭജനങ്ങളും അവർക്ക് ലഭിക്കുന്ന ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചും വാഴ്ചകളും അധികാരങ്ങളും ദൈവം ഏൽപ്പിക്കുന്നതിനെ കുറിച്ചുള്ള വിഷയങ്ങൾ സ്വർഗത്തിൽ കുറഞ്ഞ 7 വർഷം തുടരുന്നു. അതേസമയം ഭൂമിയിൽ നടക്കുന്ന മഹോപദ്രവമാണ് 6 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ പറഞ്ഞിരിക്കുന്നത്. 4-ഉം 5-ഉം അധ്യായത്തിൽ ദൈവസഭ വിശുദ്ധന്മാർ സ്വർഗ സമ്മേളനത്തിൽ സ്വർഗസിംഹാസനത്തിന് ചുറ്റും പ്രതിഫല വിഭജനത്തിനായി കൂടുമ്പോൾ അതേസമയം തന്നെ ഭൂമിയിൽ നടക്കുന്ന മഹോപദ്രവത്തെ കുറിച്ചാണ് 6 മുതൽ
18 വരെയുള്ള അധ്യായങ്ങൾ വിവരിച്ചിരിക്കുന്നത്. അതിന്റെ വിഭജനം ഒന്ന് ശ്രദ്ധിക്കൂ. ഈ മഹോപദ്രവം എന്നതിനെയാണ് യാക്കോബിന്റെ കഷ്ടകാലം എന്നും കൂടെ പറയുന്നത്. ദാനിയേൽ പ്രവചനത്തിൽ 70-ാം ആഴ്ചവട്ടം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അതും ഇത് തന്നെയാണ്. ഈ ഒരു ആഴ്ചവട്ടം എന്ന 7 വർഷം കൊണ്ട് ഭൂമിയിൽ നടക്കുന്ന ദൈവത്തിന്റെ ന്യായവിധിയുടെ നാളുകളെ കുറിച്ചാണ് അത് വെളിപ്പെടുത്തുന്നത്. 6-ാം അധ്യായത്തിൽ 7 മുദ്രകളിൽ കൂടെ ന്യായവിധി ഭൂമിയിൽ നടപ്പിലാക്കുന്ന ന്യായവിധിയെ കുറിച്ച് പറയുന്നു. 7-ാം അധ്യായത്തിൽ 1,44,000 പേരെ മുദ്രയിട്ട് വേർതിരിക്കുന്നതായ ഒരു ദർശനം. 8-ാം അധ്യായത്തിൽ ന്യായവിധിയുടെ കാഹളങ്ങളുടെ വെളിപ്പാട്. 9-ാം അധ്യായത്തിൽ അഗാധ കൂപത്തിൽ നിന്നും കോടാനുകോടി വെട്ടിക്കിളികൾ പറക്കും തേളുകളായി പറന്നു വന്ന മനുഷ്യനെ കുത്തി മുറിവേൽപ്പിക്കുകയും 5 മാസം ദണ്ഡിപ്പിക്കുകയും ചെയ്യുന്നതായ ഒരു മഹൽ വെളിപ്പാടാണ്. 10-ാം അധ്യായത്തിൽ ദൈവവചനവുമായി നിൽക്കുന്ന ഒരു ദൂതന്റെ വെളിപ്പാട്. 11-ാം അധ്യായത്തിൽ വീണ്ടും ഇതെവിടെ ഈ കാണുന്ന 2 സാക്ഷികളുടെ വെളിപ്പാട്, അഥവാ 2 അഭിഷിക്തന്മാരുടെ വെളിപ്പാട്. അതെന്താണെന്നുള്ളത് പിന്നാലെ വിശദീകരിക്കുന്നുണ്ട്. 12-ാം അധ്യായവും 13-ാം അധ്യായവും ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ മധ്യ അധ്യായങ്ങളാണ്. വലിയ വലിയ മർമ്മങ്ങളുടെ വിഷയങ്ങൾ അവിടെ കിടപ്പുണ്ട്. 12-ാം അധ്യായം സൂര്യധാരണിയായ സ്ത്രീ സൂര്യനെ അണിഞ്ഞും തലയിൽ 12 നക്ഷത്രങ്ങൾ ചൂടിയ കിരീടവുമായി ഒരു സ്ത്രീയെ കുറിച്ചുള്ള ദർശനം. അപ്പോൾ തന്നെ അനന്തരം സ്വർഗത്തിൽ യുദ്ധം ഉണ്ടായെന്ന് പറയുന്ന 2-ാമത്തെ പാരഗ്രാഫ്. വാർ ഇൻ ഹെവൻ. പ്രധാന ദൂതന്മാരിൽ ഒരുവനായിരുന്ന മീഖായേലും സൈന്യവും ലൂസിഫറും അവന്റെ സൈന്യത്തോടും കൂടെ ചേർന്ന് ഈ ആയാറിൽ അഥവാ ആകാശത്തിൽ വെച്ച് യുദ്ധം ചെയ്യുന്ന യുദ്ധത്തെ കുറിച്ചാണ്. പിന്നെ 13-ാം അധ്യായം മധ്യധരണ്യാഴി കടലിൽ നിന്നും 7 സിംഹത്തിന്റെ തലയോട് കൂടിയ പുള്ളിപ്പുലിയുടെ ശരീരത്തോട് കൂടിയ കരടിയുടെ കാലോട് കൂടിയ കോലുമൃഗത്തിന്റെ 10 കൊമ്പോട് കൂടിയ ഒരു മൃഗം ഈ പുറത്തേക്ക് വരുന്നതായിട്ടുള്ള ഒരു ദർശനമാണ്. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കുവാൻ കഴിയില്ല. ഇത് വിഭജനമാണ്. വിശദീകരണം പിന്നാലെ വരുന്നു. ജനസമുദായ കടലിൽ നിന്നും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് രംഗത്തേക്ക് വരുന്നതായ ഒരു ദർശനമാണ്. ഇവയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ ദാനിയേൽ കാണുന്ന ഒരു ദർശനമാണ്. ആ ദർശനം ഇപ്രകാരമാണ്: 2 കഴുകിന്റെ ചിറകോട് കൂടിയ ഒരു സിംഹം. 2-ാമത്തെ മൃഗം ഒരു പാർശ്വം ഉയർത്തി പല്ലിൽ വാരിയെല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് ഒരു കരടി. 3-ാമത്തെ മൃഗം 4 തലയുള്ള ഒരു പുള്ളിപ്പുലി, അതിന് 4 ചിറകുമുണ്ട്. വീണ്ടും 4-ാമത്തെ മൃഗം ഭൂമിയിലെ ഒരു മൃഗത്തോട് സാദൃശ്യമില്ലാത്ത ഘോരവും അതിഭയങ്കരവുമായ ബലവത്തായ ഒരു മൃഗം, അതിന് 10 കൊമ്പുണ്ട്. മറ്റു വിശദീകരണമുണ്ട്. ഈ കാണുന്ന 4 മൃഗത്തിന്റെയും സമ്മിശ്ര രൂപമാണ് ഈ കാണുന്ന മൃഗം. അതിന്റെ അർത്ഥം കൂടെ അല്പമായിട്ടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. BC 606 നെബൂഖദ്നേസർ രാജാവ് ഏറ്റവും വലിയ ഭരണാധികാരിയായി വാണ ആ കാലം മുതൽ മേദ്യ പേർഷ്യ, ഗ്രീസ് സാമ്രാജ്യത്തെ കുറിച്ചും പിന്നെ റോമ സാമ്രാജ്യത്തെ കുറിച്ചുമുള്ള ദർശനമാണ്. ആ രാജാക്കന്മാരെ കുറിച്ചും ഭരണ സംവിധാനത്തെ കുറിച്ചുമുള്ള ദർശനമാണ് ഈ മൃഗ ദർശനത്തിൽ കൂടെ വെളിപ്പെടുത്തുന്നത്. അവരുടെ ഭരണകാലം എത്രത്തോളം ശക്തമായ വലിയ ഭരണം അവർ നടത്തിയോ അതിനേക്കാളും വലിയൊരു ഭരണം നടത്തുവാൻ തക്കവണ്ണം ശക്തിദുർഗമായി ഒരു പുതിയ ഭരണാധികാരി രംഗത്തേക്ക് വരുന്ന ഒരു ദർശനമാണ് ഇവിടെ കാണുന്നത്. 13-ാം അധ്യായം. 13-ാം അധ്യായത്തിന്റെ 2-ാം പാരഗ്രാഫിൽ കുഞ്ഞാടിന്റെ രൂപസാദൃശ്യത്തോടും പാമ്പിന്റെ നാവോടും കൂടെ സംസാരിക്കുന്ന ഒരു കള്ളപ്രവാചകൻ അഥവാ ഫാൾസ് പ്രോഫറ്റ് രംഗത്തേക്ക് വരുന്നു. ഇത് ആന്റി ക്രൈസ്റ്റ് ആണ്, ഇത് കള്ളപ്രവാചകനാണ്. അപ്പോൾ തന്നെ സ്വർഗത്തിൽ നിന്നും വെട്ടേറ്റ് വീഴുന്നതായ ലൂസിഫറിനെ കുറിച്ചുള്ള ഒരു വിഷയം 12-ാം അധ്യായം വായിക്കുന്നു. ആ ലൂസിഫറും ആന്റി ക്രൈസ്റ്റും
കള്ളപ്രവാചകനും കൂടെ ചേർന്ന് തൃത്വം സ്ഥാപിക്കുന്ന വിഷയങ്ങളും അതിന്റെ സംഭവ ബഹുലതയുമാണ് 12-13 അധ്യായത്തിൽ ചിന്തിക്കുവാനുള്ളത്. അത് കഴിയുമ്പോൾ 14 അധ്യായം 1,44,000 മുദ്രിത ഗണങ്ങളെ കുറിച്ചുള്ള ഒരു പ്രത്യേകമായ ദർശനമാണ്. അടുത്ത് 15 അധ്യായം. 15 അധ്യായത്തിലെ വെളിപ്പാടെന്ന് പറയുന്നത് അവസാനമായി നടക്കേണ്ടതായ ന്യായവിധിയുടെ 7 ക്രോധകലശങ്ങളെ കുറിച്ചാണ്. സ്വർഗത്തിലെ ദൈവം അധികാരപ്പെടുത്തിയ 7 ശക്തന്മാരായ ദൂതന്മാർ ദൈവത്തിന്റെ ന്യായവിധിയുടെ ക്രോധകലശവും പിടിച്ചുകൊണ്ട് റെഡിയായി നിൽക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു വെളിപ്പാടാണ് 15 അധ്യായം. ആ വെളിപ്പാട് പൂർത്തീകരിക്കുന്നത് 16 അധ്യായത്തിലാണ്. 16 അധ്യായത്തിൽ ന്യായവിധിയുടെ 7 ക്രോധകലശവും ഭൂമിയിലേക്ക് ഒഴിക്കപ്പെടുന്നതായ ക്രമത്തെക്കുറിച്ചും എങ്ങനെ ഒഴിക്കുന്നു, എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചുമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. 16 അധ്യായത്തിന്റെ അവസാനം നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്. ഞാൻ ബൈബിൾ തുറന്ന് ആ ഭാഗം നിങ്ങളെ കേൾപ്പിക്കാം. 16-17 വാക്യം. ഏഴാമത്തവൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. ഏഴാമത്തവൻ. അപ്പോൾ ക്രോധകലശങ്ങളുടെ 6 കഴിഞ്ഞു. വിശദീകരണമല്ല, മുഖവരയായിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ആണ് ഈ പറയുന്നത്. വിശദീകരണം പിന്നാലെ വരുന്നു. 7ാമത്തെ ദൂതൻ തന്റെ കലശം ആകാശത്തിൽ ഒഴിച്ചു. അപ്പോൾ സംഭവിച്ചു തീർന്നു എന്ന ഒരു മഹാശബ്ദം ദൈവാലയത്തിലെ സിംഹാസനത്തിൽ നിന്ന് വന്നു. ദൈവാലയത്തിലെ സിംഹാസനത്തിൽ ഒരു ശബ്ദം ഉണ്ടാകുന്നു. 7ാമത്തെ ക്രോധകലശം ഒഴിച്ചപ്പോൾ സംഭവിച്ചു തീർന്നു. എന്താണ് സംഭവിച്ചു തീർന്നത്? ഭൂമിയിൽ നടക്കുന്ന മഹോപദ്രവം എന്ന 7 വർഷം കൊണ്ട് സംഭവിച്ച് തീരേണ്ട സംഭവ ബഹുലത മുഴുവനും സംഭവിച്ചു തീർന്നു എന്നാണ് അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ ക്രോധകലശം ഒഴിച്ചതോടുകൂടെ ഭൂമിയിലെ മഹോപദ്രവം അഥവാ ദ ഗ്രേറ്റ് റെവല്യൂഷൻ പീരീഡ് എന്ന് പറയുന്ന കാലഘട്ടം കഴിയുന്നു. അടുത്ത് നടക്കേണ്ടത് 17-18 അധ്യായത്തിൽ മഹദിയാം ബാബിലോൺ എന്ന വലിയ ഒരു വിഷയം പറയുന്നുണ്ട്. റോമ പട്ടണത്തെ കുറിച്ചും ഇറാഖിനെ കുറിച്ചുമുള്ളതായ ന്യായവിധിയോടുള്ള ബന്ധത്തിലെ മഹൽ ദർശനമാണ് അവിടുത്തെ വെളിപ്പാട്. മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്ന വിഷയം അവിടെയാണ്. അത് ഈ 16 അധ്യായത്തെ തുടർന്ന് തന്നെ ഭൂമിയിൽ നടന്ന് അവസാനിക്കേണ്ടതായ ഒരു വിഷയം. അപ്പോൾ 18 അധ്യായം വരെ വന്നു കഴിഞ്ഞു. അടുത്ത നമ്മൾ മുഖവരിയായി ഇതിന്റെ വിഭജനത്തോടുള്ള ബന്ധത്തിൽ അറിയേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മം, ഭൂമിയിൽ മഹാപീഡനം സംഭവിച്ചു തീർന്നു. അപ്പോൾ സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ടു. 19 അധ്യായത്തിന്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. അനന്തരം ഞാൻ സ്വർഗത്തിൽ വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത്. വലിയൊരു പുരുഷാരത്തിന്റെ മഹാഘോഷം പോലെ കേട്ടത് ഹല്ലേലൂയ. അടുത്ത വാക്യം കൂടെ. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത് എന്ന് പറഞ്ഞാൽ ഈ 7 വർഷക്കാലം ഇവിടെ ഭരിച്ച് ഭൂമിയെ നരകതുല്യമാക്കി തീർത്ത ആന്റിക്രൈസ്റ്റ് എന്ന രാഷ്ട്രീയ ഭരണാധികാരിയുടെ ഭരണം മുഴുവനും മനുഷ്യന് ദുസ്സഹമായി തീർന്നപ്പോൾ ഇവിടെ വിളിച്ചു പറയുന്നു. എന്താ പറഞ്ഞു വായിച്ചത്? 2ാമത് ഭാഗം. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിനുള്ളത്. രാജാതി രാജാവായി ഭരിക്കുവാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്, അവൻ വരാൻ പോകുന്നു എന്നുള്ള ഒരു ആഹ്വാനമാണത്. ഒന്ന് ശ്രദ്ധിക്കൂ. സ്വർഗത്തിൽ ദൂതതുല്യരായി എടുത്തുകൊള്ളപ്പെട്ട ദൈവപുത്രന്മാരായി കർത്താവ് യേശുവിനോട് അനുരൂപപ്പെട്ട കോടാനുകോടി വിശുദ്ധന്മാർ സ്വർഗസ്ഥലത്തിലായിരിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവ് യേശു ക്രിസ്തുവിനെ പിതാവായ ദൈവം രാജാതി രാജാവും കർത്താവുമായി അഭിഷേകം ചെയ്ത് അവന്റെ രക്തത്തിന്റെ ഫലമായി വീണ്ടെടുക്കപ്പെട്ട കോടാനുകോടി വിശുദ്ധന്മാരുമായി ഒരുമിച്ച് ഭൂമിയിൽ വരുന്ന ഒരു വരവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ് 19 അധ്യായം 1-ാം വാക്യത്തിലൂടെ തുടരുന്നത്. ബഹുപുരുഷാരത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടതായി വിശുദ്ധന്മാരുടെ ശബ്ദമാണ്. അവർ സന്തോഷത്തിന്റെ ആധിക്യത്താൽ ഹല്ലേലൂയ പാടുന്നു. അവർ ഹല്ലേലൂയ പാടുകയാണ്. അങ്ങനെ ഹല്ലേലൂയ ഗാനമഞ്ജരിയോടൊപ്പം സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് കർത്താവ് ഭരിക്കുവാനായി വരുന്നു. 19-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വരെ ആ സ്വർഗത്തിൽ നിന്ന് വരുന്ന വരവും യേശു രാജാതി രാജാവായി വാഴുന്നതിനെ കുറിച്ചുമുള്ളതായ വെളിപ്പാടാണ്. അപ്പോൾ തന്നെ ഭൂമിയിൽ വന്നതിന് ശേഷം
ഭൂമിയിൽ 1000 വർഷം വാഴുന്നതിനെ കുറിച്ചുള്ളതായ വിഷയം 20-ാം അധ്യായത്തിൽ കാണാം. അതിപ്രകാരമാണ് കർത്താവ് യേശു സകല വിശുദ്ധന്മാരുമായി ഈ ഭൂമിയിൽ ഒലിവുമലയെ ലക്ഷ്യമാക്കി ഭൂമിയുടെ മധ്യഭാഗത്തേക്ക് വരുന്നു. അവിടെ വരുമ്പോൾ ഒരു വലിയ പ്രകൃതി ദുരന്തം ഉണ്ടാകുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു. വിശദീകരണം പിന്നാലെ വരുന്നു. അതിനെ തുടർന്ന് ഈ ഭൂമിയെ നവീകരിച്ചുകൊണ്ട് 1000 വർഷം യെരുശലേം രാജധാനിയാക്കിക്കൊണ്ട് യേശു രാജാതി രാജാവായി വാഴുന്നു. അവന്റെ ഭക്തന്മാരായ വിശുദ്ധന്മാർ പ്രഭുക്കന്മാരായി, നാട്ടുരാജാക്കന്മാരായി, അധികാരമേറ്റവരായി കർത്താവിനോടൊപ്പം ഭരണം നടത്തും എന്നാണ് അവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ 20-ാം അധ്യായം അതിന്റെ ആദ്യ ഭാഗം യേശു ക്രിസ്തുവിന്റെ രാജ്യ ഭരണത്തെ കുറിച്ചാണ്. അവിടെ ഒരു കാര്യം കൂടെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. യേശു ഇവിടെ 1000 വർഷം രാജാതി രാജാവായി ഭരിക്കുമ്പോൾ അന്ന് പാപത്തിന്റെ കാരണക്കാരനായ കോരനായ പിശാചായ ലൂസിഫറിനെ 1000 വർഷം അഗാധകൂപമാകുന്ന നരകസ്ഥലത്തേക്ക് ബന്ധിക്കും. അപ്പോൾ പിശാചിന് യാതൊരു തന്ത്രവും ഫലിക്കാതെ വണ്ണം അന്നിവിടെ ആയിരിക്കുന്ന ന്യൂനപക്ഷമായിരിക്കുന്ന ജാതികൾ പെരുകി നിറഞ്ഞ് ഈ ഭൂമിയിൽ നിറയുമെന്ന് മനസ്സിലാക്കുക. 1000 വർഷം അങ്ങനെ ഒരു ഭരണം ഇവിടെ കാഴ്ചവെക്കുന്നു. 20-ാം അധ്യായം. 20-ാം അധ്യായത്തിന്റെ 2-ാമത്തെ ഭാഗം കർത്താവായ യേശു സ്പേസിൽ സ്ഥാപിക്കുന്നതായ ദ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ് അഥവാ വെള്ള സിംഹാസനത്തെ ന്യായവിധി എന്ന് പറയുന്ന ഒരു ന്യായവിധിയുണ്ട്. ആ വെള്ള സിംഹാസനത്തെ അടുക്കൽ മരിച്ചുപോയ സകല പാപികളുടെ ആത്മാക്കളെയും പിശാചുക്കളെയും ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എന്നേക്കുമായി പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവേ എന്നുള്ള ആഹ്വാനം ഇവിടെ നിന്നുണ്ടാകുകയും അവരെ തീയും ഗന്ധവും കത്തുന്ന നിത്യ തീപ്പയിലേക്ക് തള്ളുകയും ചെയ്യും. നമ്മൾ അടുത്തതായി ചിന്തിക്കുന്നത് 21-ാം അധ്യായമാണ്. 20-ാം അധ്യായം വരെയുള്ളതായ ജനറലായിട്ടുള്ള ഒരു വിവരണം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. 21-ാം അധ്യായവും 22-ാം അധ്യായവും കൂടെ ചിന്തിച്ച് നമ്മൾ ഈ വിഷയം ഇപ്പോൾ ഇവിടെ ഉപസംഹരിക്കുക. 20-ാം അധ്യായം വെള്ളസിംഹാസനത്തിന്റെ ന്യായവിധിയോടുകൂടെ പാപികളും ദോഷികളുമായ മനുഷ്യാത്മാക്കളെ, പിശാചുക്കളെയും ലൂസിഫറിനെയും നിത്യ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതായ വെളിപ്പാടോടുകൂടെ 20-ാം അധ്യായം അവസാനിക്കുന്നു. 21-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വായിച്ചുകൊണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്താണെന്ന് പറഞ്ഞ് ആ വിഷയം അവസാനിപ്പിക്കുകയും വിശദീകരണം പിന്നാലെയുള്ള വീഴ്ചയിൽ നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാം. 21-ന്റെ 1-ാം വാക്യം. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. ഈ ചാർട്ടിലോട്ട് നമ്മൾ ശ്രദ്ധയിട്ടിരിക്കാം. 21-ാം അധ്യായം പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന ഒരു മകൾ വിഷയമാണ്. നമ്മൾ ഇന്ന് വസിക്കുന്നതായ ഈ ഭൂമി നിത്യമല്ല. ഈ ഭൂമിയും അതിന്റെ പണികളും വെന്തുപോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. അങ്ങനെ കത്തി അഴിയുന്നതായ ഈ ഭൂമിയെ കുറിച്ചുള്ളതായ ഭാവി പ്രവചനങ്ങൾ അപ്പോസ്തലന്മാർ തുടങ്ങി പ്രവാചകന്മാർ വരെ പ്രവചിച്ചിട്ടുണ്ട്. ഇപ്രകാരം കത്തിയഴിയുന്ന ഒരു ഭൂമി എത്ര കാലം കത്തുമെന്നോ ഏത് ഭീകരതയിൽ കത്തിയഴിയുമെന്നോ ചോദിച്ചാൽ അതിന്റെ വിശദീകരണമൊന്നും ബൈബിൾ പറയുന്നില്ല. എങ്കിലും രത്നചുരുക്കമായി പറയട്ടെ, പുതിയ ഭൂമി വെളിപ്പെടുവാൻ വേണ്ടി പഴയ ഭൂമി ഒഴിഞ്ഞു പോകേണ്ടത് ആവശ്യമാണ്. ആ ഭൂമി കത്തിയഴിയുന്നത് ഇപ്രകാരമാണല്ലോ. ഭൂമിയിൽ ലോകരാജ്യങ്ങൾ ഒരുക്കി വച്ചിരിക്കുന്ന ഹൈഡ്രജൻ ബോംബ്, നൈട്രജൻ ബോംബ്, ഇതൊക്കെയും കത്തി വരുന്ന ആ ദിനം എപ്രകാരമായിരിക്കും, ആ ഭൂമിയുടെ അവസ്ഥ എപ്രകാരമായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. മറ്റൊന്ന്, ഈ ഭൂമിയെ സൃഷ്ടിച്ചവനായ ദൈവം സമുദ്രത്തെ സൃഷ്ടിച്ചു. ആ സമുദ്ര ജലത്തെ ഹൈഡ്രജനായും ഓക്സിജനായും അതിന്റെ ലവണങ്ങളുമായി വിഘടിച്ചു കഴിഞ്ഞാൽ ഈ മഹാസമുദ്രങ്ങൾ കത്തുന്ന ഇന്ധനമായി തീരും. കത്തുന്ന ഇന്ധനമായി തീർന്നു കഴിഞ്ഞാൽ ഈ ഭൂമി മൊത്തമായി കത്തുമ്പോൾ
കത്തുവാൻ സഹായിക്കുന്ന പെട്രോൾ ഉൽപ്പന്നങ്ങൾ പോലെ സമുദ്രജലവും കൂടെ കത്തിയാൽ ഈ ഭൂമിയുടെ വലിപ്പം എത്രയാണോ അതിനേക്കാളും എത്ര വലിപ്പത്തിൽ ആ ഭൂമി കത്തുവാൻ തുടങ്ങും. അങ്ങനെ ഈ ഭൂമി കത്തുമ്പോൾ ഭൂമിയുടെ സുരക്ഷിത കവചമായിരിക്കുന്ന ആകാശത്തട്ടുകളുണ്ട്. ആകാശം എന്ന് പറയുന്നത് ശൂന്യമായ ഒന്നല്ല. അതിനെ ബാലഗോള ശാസ്ത്രജ്ഞന്മാരുടെ പഠിപ്പിക്കൽ അനുസരിച്ച് ട്രോട്ടോസ്ഫിയർ, എക്സോസ്ഫിയർ, മിസോസ്ഫിയർ, അയണോസ്ഫിയർ, തെർമോസ്ഫിയർ, ഇതിനിടയിൽ ഒരു ഓസോ ലെയർ എന്ന് പറഞ്ഞ അനേക വാതക സഞ്ചയങ്ങളുടെ ലെയറുകളായിട്ടാണ് ദൈവം ആകാശത്തട്ടുകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏതാകാശം? ഭൂമിയുടെ സുരക്ഷിത കവചമായി പൊരുന്നിരിക്കുന്ന ആകാശത്തട്ടുകൾ. യേശു പറഞ്ഞു, ഇങ്ങനെ ഒരു നാൾ വെളിപ്പെടുന്ന സമയം ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. അപ്പോൾ ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുന്നത് ലോകാന്ത്യ നാളുകളാണ്. ഇതിന് ലോകാവസാനം എന്ന് പറയാം. അപ്പോൾ തന്നെ ഈ വെളിപ്പാട് പുസ്തകത്തിന്റെ 6 മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ ചിന്തിക്കുവാൻ, വിശദീകരിച്ച് നമ്മൾ പഠിക്കുവാൻ പോകുന്ന വിഷയം കാലാന്ത്യ സംഭവങ്ങളായി, യുഗാന്ത്യ സംഭവങ്ങളായി, അന്ത്യകാല സംഭവങ്ങളായി പഠിക്കുമ്പോൾ ഇതിന് ഒടുവിൽ ഈ കാലങ്ങളെല്ലാം കഴിയുമ്പോൾ ലോകാന്ത്യം അല്ലെങ്കിൽ ലോകാവസാനം എന്ന ഒരു സമയം വരും. അങ്ങനെ കൊടും മുഴക്കത്തോട് ഒഴിഞ്ഞു പോകുന്നതായ ആകാശവും കത്തിയമരുന്നതായ ഭൂമിക്ക് ശേഷം പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പെടുന്ന ഒരു ദർശനമാണ്, അല്ല വെളിപ്പാടാണ് യോഹന്നാൻ ഇവിടെ കാണുന്നത്. സമുദ്രം ഇനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസേനയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നതും ഞാൻ കണ്ടു എന്ന് പറയും. പുതിയ ഭൂമിയെക്കുറിച്ചും അതിന്റെ വിശദീകരണത്തെക്കുറിച്ചുമുള്ള പഠനം അടുത്ത VCDകളിൽ നമുക്ക് വളരെ വ്യക്തമായി പഠിക്കാം. ഇവിടെ ജസ്റ്റ് അത് പറഞ്ഞു വിടുകയാണ്. ആ വെളിപ്പെടുന്ന ഭൂമി എത്രത്തോളം വലിപ്പമുള്ളതാണ്, അതിന്റെ പശ്ചാത്തലം എന്താണ്, അതിന്റെ ആകർഷത എങ്ങനെയായിരിക്കും, വ്യക്തമായി നമുക്ക് അതിനെക്കുറിച്ച് പറയുവാൻ ബൈബിളിൽ തന്നെ തെളിവുകളുണ്ട്. നമുക്ക് പിന്നാലെ ചിന്തിക്കാം. ആ വെളിപ്പെടുന്ന പുതിയ ഭൂമിയിൽ ദൈവം സ്വർഗത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന നഗരമായ പുതിയ യെരുശലേം ഇറങ്ങി വരുന്നു. ഇവയെക്കുറിച്ച് കർത്താവ് യേശു യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ ബഹുപുരുഷാരത്തോടും പ്രിയ ശിഷ്യന്മാരോടും ഇപ്രകാരമാണ് പറഞ്ഞത്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, എന്റെ പിതാവിലും വിശ്വസിപ്പീൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അപ്പോൾ അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞ ആ നഗരത്തെയാണ് പുതിയ യെരുശലേം എന്നിവിടെ പറയും. അത് പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്നതാണ്. ആ പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന യെരുശലേമിനെ കുറിച്ച് പുതിയ നിയമ ഭക്തന്മാരോട് കർത്താവ് അരുളി ചെയ്യുമ്പോൾ തന്നെ പഴയ നിയമ വിശുദ്ധന്മാരിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് തുടങ്ങിയതായ ആ ഭക്തന്മാർക്ക് ഈ ദർശനം അന്ന് വെളിപ്പെട്ടിരുന്നു. അവർ ബഹുസമ്പന്നന്മാരായി, അയൽ രാജ്യങ്ങളിലെ രാജാക്കന്മാർക്ക് അത്ഭുതം തോന്നുമാർ ബഹുസമ്പന്നന്മാരായിട്ടാണ് അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബ് തുടങ്ങിയ ആ പൂർവ്വപിതാക്കന്മാരുടെ വംശാവലിയെ കുറിച്ച് പറയുന്നു. ഞങ്ങളുടെ ഇടയിൽ വന്നു വാർക്കുന്ന പ്രഭു എന്ന് വരെ അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പ്രഭുവായിരുന്നിട്ടും വലിയ ധനവാന്മാരായിട്ടും വലിയ സമ്പന്നന്മാരായിരുന്നിട്ടും അവർ കൂടാരവാസികളായിരുന്നു. ഒരുപക്ഷെ പിൻതലമുറക്കാരായ ഇസ്ഹാക്ക്, യാക്കോബ്, യോസേഫ് അവരൊക്കെ ചോദിക്കാം, അപ്പച്ച ബഹുസമ്പന്നായിരുന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കൂടാരവാസികളായി നമ്മൾ പോകുന്നത്? ബലവത്തായ കെട്ടിടങ്ങൾ പണിയരുതോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അബ്രഹാമിന് പറയാനുണ്ടായിരുന്നത് ഇപ്രകാരമായിരിക്കും: മകനെ, എന്റെ ആ വിശ്വാസത്തിന്റെ ടെലസ്കോപ്പിൽ കൂടെ അങ്ങ് വിദൂരതയിലേക്ക് ഒന്ന് നോക്കൂ. ആ കണ്ടോ ആ ദർശനം? ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ സ്വർണ്ണ നിർമ്മിതമായ കെട്ടിടം, 12 രത്നങ്ങളാൽ അലങ്കൃതമായ ഗോപുരങ്ങളാൽ ഡിസൈൻ ചെയ്തായ കെട്ടിടം, 12 വിധ രത്നങ്ങളാൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന കെട്ടിടം, ആകർഷകമായിട്ടുള്ളതായ ഗോപുരങ്ങളോട് കൂടെയുള്ളതായ ആ മതിൽക്കെട്ടോടുകൂടെ കെട്ടിടം, ആ ഗോപുരം കണ്ടോ എന്ന് അബ്രഹാമിന് പറയാനുണ്ട്. അതേ ദർശനം ലഭിച്ച പിൻതലമുറക്കാരായ ആദിപിതാക്കന്മാർ യേശു പറഞ്ഞ ഈ ദർശനത്തെ കുറിച്ച് വ്യക്തമായി അന്ന് കണ്ടിരുന്നു.
1200 നാഴിക ഉയരം, അത്രയും വീതി, അത്രയും തന്നെ നീളമുള്ളതായ ഒരു നഗരമാകുന്ന ഒരു ഗോളത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് 1500 മൈൽ എന്ന് ഏകദേശം ഒരു കണക്ക് പറയുന്നു. എന്നാൽ അനേക ഇംഗ്ലീഷ് വേർഷൻസ് ബൈബിളുകളിൽ പറയുന്നതനുസരിച്ച് 12,000 ഫർലോങ്സ് എന്ന് ചിലതിൽ കാണുന്നു. അപ്പോൾ 2500 കിലോമീറ്റർ എന്ന് ചിലതിൽ കാണുന്നു. എന്തായാലും ആവറേജ് കണക്ക് 2500 കിലോമീറ്റർ നമ്മുടെ കണക്കനുസരിച്ച്. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ. 2500 കിലോമീറ്റർ ഉയരവും അത്രയും നീളവും അത്രയും വീതിയുമുള്ളതായ ഒരു കെട്ടിടം, അങ്ങനെയുള്ള ഒരു നഗരം. ഒരു നഗരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എല്ലാ മഹത്വവും അതിനകത്ത് നിറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഭൂമിയിലായ വലിയ വലിയ ലോകരാഷ്ട്രങ്ങൾക്ക് 1 കിലോമീറ്റർ ഉയരമുള്ള കെട്ടിടം പണിയാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ പത്രത്തിൽ വന്നതായ ചെറിയൊരു ന്യൂസ്, ലോകത്തിൽ ഏറ്റവും വലിയതായ ടാലസ്റ്റ് ബിൽഡിങ്ങുകൾ അതിനേക്കാളും ഉയർന്നതായ ഒരു വലിയ കെട്ടിടം ദുബായിൽ ഇപ്പോൾ പണിത് കഴിഞ്ഞു. 168 നിലയാണെന്ന് തോന്നുന്നു. പക്ഷേ അത് 3/4 കിലോമീറ്റർ മാത്രമേ ഉയരമുള്ളൂ. 1 കിലോമീറ്റർ ഉയരമുള്ളതായ ഒരു കെട്ടിടം ഇന്നേ വരെ ലോകരാജ്യങ്ങൾക്ക് പണിയുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, അപ്രകാരം 1 കിലോമീറ്റർ ഉയരമുള്ള കെട്ടിടത്തിന്റെ അടിസ്ഥാനം ഇടുവാനുള്ളതായ ബലമേ ഈ ഭൂമിക്കുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ ദൈവം തമ്പുരാൻ ഇവിടെ പണിതിറക്കിക്കൊണ്ടുവരുന്ന ആ കെട്ടിടം എത്ര വലുതാണ്? 1 കിലോമീറ്റർ ആണോ? ഇവിടെ 1 കിലോമീറ്റർ ഉയരമുള്ളതായ കെട്ടിടം പണിതാൽ അതിന്റെ ഉയർച്ച എത്ര വലുതായിരിക്കും നമ്മുടെ ഭാവനയിൽ അതെന്ന് കാണാമോ? അതിന്റെ അത്രയും നീളവും അത്രയും വീതിയും, അങ്ങനെ അതിനോടുകൂടെ ചേർന്ന് 2 അല്ലെങ്കിൽ 10, 100 നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? എന്നാൽ ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതായ പുതിയ യെരൂശലേമിന്റെ ഉയരം 2500 കിലോമീറ്റർ ഉയരവും അത്രയും നീളവും വീതിയുമാകുന്നുവെങ്കിൽ അത് മന്നം ഇറങ്ങി അടിസ്ഥാനം ഉറപ്പിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു പുതിയ ഭൂമിയെയാണ് ദൈവം സൃഷ്ടിക്കുന്നത്. സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചു കഴിഞ്ഞു, അത് വെളിപ്പെടുവാൻ സമയമായി വരുന്നത്. അപ്പോൾ ഇത് സ്വർണ്ണ വീതികളോടുകൂടെ മനോഹരമായ രത്നങ്ങളാൽ അടിസ്ഥാനമിട്ട് അതിൽ ഗോപുരങ്ങൾ പണിത് അതിൽ ദൂതന്മാർ കാവൽ നിൽക്കുന്നു. അപ്പോൾ തന്നെ ഇതിന്റെ മനോഹരത്വം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വർണ്ണ നിർമ്മിതമായ കെട്ടിടം സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ അതിൽ ലക്ഷോപലക്ഷം ഫ്ലാറ്റുകളാണോ? എത്രയാണെന്ന് പറയാൻ ഒക്കുമോ? വേദപണ്ഡിതന്മാർ പറയുന്നു 2500 ഏക്കറോളം വരുന്നതായ വിശാലത ഓരോ വ്യക്തന്മാർക്ക് കൊടുത്താലും ഈ പുതിയ നഗരമാകുന്ന ദൈവഭവനം എന്ന് വിശേഷിപ്പിക്കുന്ന ആ പുതിയ യെരൂശലേമിൽ പകുതിയോളം സ്ഥലം വീട് കാലിയായിരിക്കുമെന്നാണ്. 1 കിലോമീറ്ററോളം ഉയരമുള്ള കെട്ടിടം പണിയാൻ ഭൂമിയിൽ മനുഷ്യന് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇത്രയും വലിയൊരു കെട്ടിടം ഇറങ്ങി വരുമ്പോൾ ഇതിന്റെ വിശദീകരണത്തെ കുറിച്ച് 3-ാം വാക്യത്തിൽ വായിക്കുന്നു. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. ദൈവത്തിന്റെ കൂടാരം എന്നായി പറയുന്നത്. ഇവിടെ മണ്ണും മരവും മണലും സിമന്റും കമ്പിയും കൊണ്ട് പണിയുന്ന ഈ കെട്ടിടത്തിന്റെ മഹത്വം പലതും പാടിപ്പുകഴ്ത്തുമ്പോൾ ഇത്രയും മനോഹരമായ രത്നങ്ങളാലും സ്വർണത്താലും പണിതിറക്കിക്കൊണ്ടുവരുന്ന ഈ കെട്ടിടത്തെ കുറിച്ച് ദൈവം പറയുന്നു, ഇത് കണ്ട് അതിശയിച്ചു പോകണ്ട, ഇത് എന്റെ ഒരു കൂടാരമാണ്. അങ്ങനെയാണെങ്കിൽ കൂടാരവാസികളാകുന്ന അല്പകാലം മാത്രം ഇവിടെ പാർക്കുന്ന നമുക്ക് ഈ വലിയ നഗരം ഒരു കൂടാരമായി ദൈവം നൽകുന്നുവെങ്കിൽ ഈ കൂടാരത്തെക്കാൾ വലിയ വലിയ കാര്യങ്ങൾ ഇതിന് പിന്നാലെ വരുന്നു എന്ന് മനസ്സിലാക്കുക. ഈ സമയത്ത് ഒരു പാട്ടിന്റെ ചില വരികൾ ഓർമ്മയിൽ വരുന്നത്, പോകണം ഒരു നാൾ കൂടാരം വിട്ടു നാം പരദേശവാസികളെ, സ്വന്തം വീടുണ്ടക്കരെ നാട്ടിൽ, സ്വന്തം വീടുണ്ടക്കരെ നാട്ടിൽ, സിയോൻ പ്രയാണികളെ നമുക്കീകെ വാസം ഏറെ തുമ്പം തന്നിടുമ്പോൾ, മാലില്ല നാട്ടിലെ ആമോദമോർത്താൽ ഹായം ദോരാനന്ദം. ഈ മഹത്വത്തെ വർണ്ണിക്കുവാൻ നമ്മുടെ നാവുകൾക്ക് കഴിയുകയില്ല. ഈ കൂടാരം വിട്ട് ആ സ്വർഗീയ കൂടാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. അത് കഴിഞ്ഞ് നിത്യതയിലേക്ക് നമ്മൾ മറയും. അതിന്റെ വിശദീകരണം പിന്നാലെ നമുക്ക് പഠിക്കുവാൻ കഴിയും. 21-ാം അധ്യായത്തിലെ സിംഹഭാഗവും പുതിയ യെരൂശലേം എന്ന വിഷയമാണ്. അതിനോട് ചേർന്ന് തന്നെ 22-ാം അധ്യായം പുതിയ യെരൂശലേം എന്ന
ആ ദൈവനിർമ്മിതമായ കെട്ടിടം, അതിൻ്റെ വിശാലമായിട്ടുള്ളതായ വിശദീകരണം, പിന്നെ അവിടെ നിന്ന് നിത്യതയിലേക്ക് മറയുന്നതായ നിത്യതയിലെ മർമ്മങ്ങൾ. അപ്പോൾ നിത്യത എന്ന് പറയുന്നത്, അഥവാ ഇറ്റേണിറ്റി എന്ന് പറയുന്ന ഭാഗം അവസാന VCD നമുക്ക് പഠിക്കുവാൻ കഴിയും. 22-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: സമയം അടുത്തിരിക്കുക, ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു. നമ്മുടെ പ്രാണപ്രിയനായ ആത്മനാഥനായ കർത്താവ് യേശു തന്നിൽ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചതായി വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് താൻ ഗംഭീരനാദത്തോടുകൂടെ മധ്യാകാശത്തിൽ വെളിപ്പെടുന്ന വെളിപ്പാടിനെയാണ് ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് പറയുന്നത്. ആ വേഗം വരുന്ന കർത്താവ് വേഗത്തിൽ തന്റെ സഭയെ ചേർത്ത ശേഷം പിന്നെ അതിവേഗത്തിൽ നടക്കേണ്ടതായ മഹാപീഠത്തെയും കൂടെ വെളിപ്പെടുത്തുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം ആശീർവാദ വാക്യത്തോടുകൂടെ 22-ാം അധ്യായം അവസാനിക്കുന്നു. ഇത് സാക്ഷീകരിക്കുന്നവൻ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അരുളി ചെയ്യുന്നു. ആമേൻ. കർത്താവ് യേശുവേ വരേണമേ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ എന്ന് എഴുതി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായവും അവസാനിക്കുന്നു. 22 അധ്യായങ്ങളുടെ പൊതുവിവരണം അടങ്ങിയ വെളിപ്പാട് പുസ്തകം പ്രവേശിക്കുക എന്ന 1-ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.